കോട്ടയത്തെ അയ്മനം പശ്ചാത്തലമാക്കി എഴുതിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതിയുടെ ഈ പുസ്തകത്തിന് 1997 മാൻ ഓഫ് ദ ബുക്കർ ലഭിക്കുകയുണ്ടായി. ഒരൊറ്റ നോവലിലൂടെ തന്നെ രാജ്യാന്തര പ്രശസ്തി നേടിയ എഴുത്തുകാരിയായി അരുന്ധതി റോയ് മാറി. അമ്മ മേരി റോയ് മരണപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതത്തെക്കുറിച്ച്, അമ്മയും താനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായി ഓർത്തെടുത്തെഴുതുന്ന ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന മെമ്മയർ. അടുത്ത് പുറത്തിറങ്ങിയ ആ പുസ്തകം അരുന്ധതി റോയ് എന്ന എഴുത്തുകാരി എങ്ങനെ രൂപപ്പെട്ടു, അവരുടെ ജീവിതത്തിലുള്ള തീഷ്ണാനുഭവങ്ങൾ, കേരളത്തിലെയും ഡൽഹിയിലെയും അനുഭവങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കി അവരും അമ്മയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വിവരിക്കുന്ന ഈ പുസ്തകം ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പിതാവിൻ്റെ വകയിലുള്ള ഊട്ടിയിലെ ഒരു സ്ഥലത്താണ് മേരി റോയിയും 2 മക്കളും താമസിച്ചിരുന്നത്. പിതാവിൻ്റെ സ്വത്തിൽ പെൺകുട്ടികൾക്ക് അവകാശമില്ലെന്ന വാദവുമായി കേസ് കൊടുക്കുകയും അത് വലിയ നിയമയുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു. സിറിയൻ കത്തലിക് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി മേരി റോയി കേസിൽ പെൺകുട്ടികൾക്ക് സ്വത്തവകാശം വിധിച്ചുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. നിയമയുദ്ധത്തിൻ്റെയും മേരി റോയിയുടെയും അരുന്ധതി റോയിയുടെയും സഹോദരൻ്റെയും അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും വിവരിക്കുന്നതാണ് ഈ പുസ്തകം. അരുന്ധതി റോയ് എന്ന എഴുത്തുകാരി എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ നേർവിവരണവും കൂടി ആ പുസ്തകത്തിൽ വായിക്കാം. അയ്മനത്തേക്ക് 2 മക്കളുമായി തിരിച്ചെത്തിയപ്പോൾ സിറിയൻ കാത്തലിക് സർക്കിളിൽ, കുടുംബവൃത്തങ്ങളിൽ അവർ അവഗണനയുടെ കയ്പ് നീർ കുടിച്ചു. ആ 2 മക്കളെയും നോക്കി ബന്ധുക്കളും അയൽവാസികളും പറഞ്ഞു, ഇവർ അഡ്രസ് ഇല്ലാത്ത പിള്ളേരാണ്. ലീഗൽ ഫൈറ്റിൻ്റെയും പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പതനത്തിൻ്റെയും കഥകൾ ആ പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. ഒരു സാഗ പോലെ തൻ്റെ കുടുംബജീവിതത്തിലെയും കുടുംബ സാഹചര്യങ്ങളിലെയും അമ്മ ഏറ്റവും വലിയ ഹീറോ ആയി മാറുകയും അതോടൊപ്പം അമ്മയോട് തന്നെ കലഹിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. കൂട്ടത്തിൽ മേരി റോയ് അയ്മനത്ത് സ്ഥാപിച്ച സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അരുന്ധതി റോയ് ഓർത്തെടുക്കുന്നുണ്ട്. കുട്ടികൾ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു നാടകം റിഹേഴ്സൽ പൂർത്തിയായി അവസാനം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ കോട്ടയം കലക്ടർ അത് ഒബ്ജക്റ്റ് ചെയ്യുന്നു. അത് റിലീജിയസ് സെൻറ്റിമെൻറ്റിനെ ബാധിക്കും, മതവികാരം വ്രണപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇടപെടുകയും ആ നാടകം അഭിനയിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതേ IAS ഉദ്യോഗസ്ഥൻ പിന്നീട് BJPയിൽ ചേരുകയുണ്ടായി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരും BJPയോട് അനുതാപം പുലർത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പുസ്തകത്തിൽ അവർ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അന്നത്തെ IAS ഉദ്യോഗസ്ഥന് ഏറ്റവും നല്ല ഒരു പുസ്തകം സമ്മാനം നൽകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. IAS ഉദ്യോഗസ്ഥൻ്റെ പേര് പറയുന്നില്ല. BJPയിൽ ചേർന്ന IAS ഉദ്യോഗസ്ഥൻ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജിയോർജിയോ ബസാനിയുടെ ഗാർഡൻ ഓഫ് ദ ഫിൻസി കോർഡിനിസ് എന്ന് പറയുന്ന പുസ്തകമാണ് അരുന്ധതി റോയ് പ്രസ്തുത IAS ഉദ്യോഗസ്ഥന് സമ്മാനമായി നൽകാൻ ആഗ്രഹിച്ചത്. ഹിറ്റ്ലർ നാസി പാർട്ടി രൂപീകരിച്ച് ജർമ്മനിയിൽ പടയോട്ടം തുടങ്ങിയ ഘട്ടത്തിൽ ഇറ്റലിയിലെ എലീറ്റായ ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെയുള്ള ഫാസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരുന്നു. ആ അനുഭവങ്ങളെ ഇതിവൃത്തമാക്കിയാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പ്രസ്തുത IAS ഉദ്യോഗസ്ഥന് നൽകാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് അരുന്ധതി റോയ് പറയുകയുണ്ടായി. ഇറ്റലിയിലെ ചെറിയ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ 25% ആളുകളും അവിടെയുള്ള ഫാഷിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നു. ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിരവധി ആളുകൾ BJPയിൽ ചേരുന്നുണ്ട്. തങ്ങൾ BJPയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതുന്നവരാണ്. ഇറ്റലിയിലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ അനുഭവം മറിച്ചായിരുന്നു. ഫാഷിസം എമർജ് ചെയ്തു വരുന്ന ഘട്ടത്തിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി കരുതിയിരുന്നത് ഫാഷിസ്റ്റ് ശക്തികൾ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളെ മാത്രമാണ്, ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് അപകടം വരില്ല. കേരളത്തിലെ കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് BJPയുടെ സംരക്ഷണം തങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഇറ്റലിയിൽ വലിയ രീതിയിലുള്ള നിയമങ്ങൾ പാസാക്കി. ആ ഒന്നാമത്തെ നിയമം ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആർക്കും PNFലോ ഫാഷിസ്റ്റ് സംഘടനയിലോ മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല എന്നതായിരുന്നു. ലോകചരിത്രത്തിൽ ഫാഷിസ്റ്റുകൾക്ക് ആരും സുഹൃത്തുക്കളായില്ല എന്ന കാര്യം കാസയും സഭയും മനസ്സിലാക്കുന്നത് അവർക്ക് നല്ലതാണ്. ഗവൺമെൻറ് സെക്ടറിൽ, പട്ടാളത്തിൽ, സ്കൂളുകളിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ജോലി നിഷേധിക്കപ്പെട്ടു. ഏറ്റവും വലിയ പെർസിക്യൂഷന് ഇറ്റലിയിലെ ജൂയിഷ് കമ്മ്യൂണിറ്റി വിധേയമായി.
ആയിരക്കണക്കിന് ആളുകൾ നാടുകടത്തപ്പെട്ടു. തങ്ങളെ ഒന്നും ബാധിക്കില്ല എന്ന് കരുതിയ PNF-ൽ മെമ്പർഷിപ്പ് എടുത്ത ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ പ്രമുഖരായ ആളുകളെ തന്നെ അവർ പെർസിക്യൂഷന് വിധേയമാക്കി. കേരളത്തിൽ ഒരവസരത്തിനായി BJP ചോദിച്ചപ്പോൾ അരുന്ധതി അതേപ്പറ്റി പറഞ്ഞ പ്രതികരണം ഇതായിരുന്നു: ഈ വിറകിനോട് അവസരം ചോദിക്കും പോലെയാണ് BJP കേരളത്തിൽ അവസരം ചോദിക്കുന്നത്. സഭാപിതാക്കളും BJPയെ പുൽകുന്ന ആളുകളും ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് അവർക്ക് നല്ലതാണെന്ന ഒരു താക്കീതും അന്ന് അരുന്ധതി നൽകുകയുണ്ടായി. സഭയും സഭാപിതാക്കന്മാരും BJPയെയും നരേന്ദ്രമോദിയെയും ആശ്ലേഷിക്കുമ്പോൾ ആശ്ലേഷണത്തിലെ രാഷ്ട്രീയ അശ്ലീലത തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അരുന്ധതി റോയ്. ഏറ്റവും നല്ല ഒരു വായനാനുഭവമാണ് അരുന്ധതിയുടെ പുസ്തകം സമ്മാനിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.